നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 2 പഴുത്ത പഴവും കൊണ്ട് പെട്ടെന്ന് ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം. ഉണ്ണിയപ്പം പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സ്നാക്കാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ മൊരിഞ്ഞിട്ട് അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം ചെയ്തെടുക്കുന്നതിൻ്റെ അത്രയും സമയമൊന്നും ഇതിനാവശ്യമില്ല. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വീറ്റ് ബനാന ബോൾസ് എന്നെല്ലാം സ്റ്റൈലായിട്ട് പേരിട്ട് വിളിക്കാം. നമ്മളിത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഗമയ്ക്ക് തട്ടാൻ വേണമെങ്കിൽ നിങ്ങൾ ആ പേരെടുത്തോളൂ കേട്ടോ. നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. നല്ലതുപോലെ പഴുത്ത 2 പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ ശർക്കര ചിരകിയത്, ഒരു 3 ഏലക്കായ, പാല് ആവശ്യത്തിന് വേണം. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും ഇതിനെടുത്തിട്ടില്ല. ഈ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇതും ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഉടച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ എന്തായാലും ഇവിടെ ഇതെല്ലാം നല്ലതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് കട്ടിയായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഈ ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് ഉള്ളിലുള്ള ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ളിലുള്ള ഭാഗം ഒന്ന് ചതച്ച് ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കുകയാണേ. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനിയായിട്ട് ചേർക്കാം, അതല്ലെങ്കിൽ ശർക്കര ഇല്ലെങ്കിൽ തേൻ ചേർക്കാം, അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കര നമ്മളുടെ പഴമായിട്ട് നല്ലതുപോലെ ലയിച്ച് വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പാൽ എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മളുടെ അപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പിൻ്റെ ടേസ്റ്റ് അതിൽ വരുന്നില്ല, പക്ഷേ ഈ ഫ്ലേവേഴ്സ് എല്ലാം ഇത് നല്ലതുപോലെ എടുത്തു തരും. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതൊന്നുമില്ലെങ്കിലും ഈ ഗോതമ്പ് മാവ് മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റവയും ഗോതമ്പ് മാവും കൂടി ഇട്ടാലും നന്നാവും. ഇതില്ല ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗോതമ്പ് മാവ് ഒരു 1/2 കപ്പും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. മെയിനായിട്ട് നമുക്ക് പഴവും ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. ഇനി കുറച്ചായിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ ഉടച്ചെടുത്ത് മാവ് തയ്യാറാക്കാം. ഈ പരുവത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാവ് പോലെ ആക്കിയിട്ട് ഉരുട്ടിയെടുത്ത് എണ്ണയിൽ വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതേപോലെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുത്ത് നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവാണ് ആക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് മിക്സ് ചെയ്തിട്ട് ബാറ്റർ ഇതേപോലെ ഇരിക്കണം. അതായത് ഒരുപാടങ്ങ് തിക്കാവാനും പാടില്ല, ഒരുപാടങ്ങ് തിന്നായി പോകാനും പാടില്ല. ഇതിന് രണ്ടിൻ്റെ നടുവിൽ ഒരു റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ, നമ്മളിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു റിബൺ മാതിരി വരണം. ഇത് നമുക്കൊരു 10 മിനിറ്റ് പൊന്താൻ വയ്ക്കാം. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്തിട്ട് നമുക്കതിലേക്ക് ഓരോ ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ നെയ്യിൽ നമുക്കിത് ചെയ്യാം. എന്ത് വേണമെങ്കിലും ഏതെണ്ണയിലും നമുക്കിത് ചെയ്യാം. ഞാനിപ്പം ഇതിൽ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തീർന്നു പോയി, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ആ സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എണ്ണ പറ്റുന്ന പോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നല്ല പോലെ ഇതൊന്ന് ചൂടായി വരണം. എണ്ണ ചൂടാവാതെ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ വേറെയാവും, അപ്പം ശരിക്കും വരില്ല. നമുക്ക് നല്ല ചൂടാക്കി എണ്ണയിലേക്ക് ഓരോ സ്പൂണായിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ച് ഓരോരോ ഇതിലേക്കും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നെയ്യിൽ ചെയ്താൽ മതിയാവും. അവരെ നെയ്യ് കഴിപ്പിക്കാനും നമുക്കിതൊരു ഉപാധിയായിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇത് ഗോതമ്പ് മാവായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് കാണാം താഴെയുള്ള സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോരോ ബോൾസും തിരിച്ചിട്ട് കൊടുക്കാം. കാണാം ഒരു ഭാഗം നല്ലതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം, കാര്യം ഒരു സൈഡ് മാത്രമേ നമ്മളിപ്പോൾ മൊരിഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മൾക്ക് മറ്റേ ഭാഗം കൂടെ മൊരിച്ചെടുക്കാൻ ഇതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് തൂവിയിടാണേ. എനിക്ക് ഒരുപാട് നെയ്യ് ഇതിൽ ഒഴിക്കേണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 1 ടീസ്പൂൺ നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം ഒരു 2-3 മിനിറ്റ് കൊണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഫ്ലഫിയാണ്, ഉണ്ണിയപ്പം പോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മളുടെ ആദ്യത്തെ സെറ്റ് വീറ്റ് ബനാന ബോൾസ്, സ്റ്റൈലായിട്ട് പറയണേ, അത് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് റെഡിയാക്കി എടുക്കാം. കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഓരോരോ കുഴിയിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓൾറെഡി ഒരു ബാച്ച് നമ്മൾ റെഡിയാക്കിയത് കൊണ്ട് ചട്ടി നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേഗം എണ്ണ ചൂടാവുകയും ചെയ്യും. നമുക്ക് ശരിക്കും രണ്ടാമത്തെ ബാച്ചാണ് എപ്പോഴും ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത്. അതിന് കാര്യം ഇതൊന്നുമല്ല, ഇത് ചട്ടിയും എണ്ണയൊക്കെ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം താഴെയുള്ള ഭാഗമൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. മാവ് നടുഭാഗം പൊട്ടാതെ സൂക്ഷിക്കണം, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് തിരിച്ചിടുമ്പോൾ ഒരു 2 സ്പൂൺ വെച്ചിട്ട് തിരിച്ചിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 ഫോർക്ക് വെച്ചിട്ട് തിരിച്ചിടുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒന്ന് വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് ഒരു പ്രശ്നം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വേഗം നമുക്ക് തിരിച്ചിടാൻ പറ്റും. ഇപ്പം ഞാൻ ഈ എല്ലാ ബോൾസും രണ്ടാമത്തെ സെറ്റും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഫ്രൈ ആയിട്ട് അടുത്ത സൈഡ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണയാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി ഇതും ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2 സൈഡും ഒരുപോലെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്നാക്ക് കറക്റ്റായിട്ട് പാകത്തിന് റെഡി ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റും ഇതേപോലെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ വീറ്റ് ബനാന ബോൾസ് റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഓരോ ഭാഗവും നല്ലതുപോലെ
വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ശർക്കരയുടെ പൊടി മേലെ ഒന്ന് തൂവി കൊടുക്കാം. ഇത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇത് വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയാണ്. കാര്യം ഗോതമ്പ് പൊടി ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കുന്നുമില്ല. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളും കൊണ്ട് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ചായയുടെ കൂടെയൊക്കെ വൈകിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണിത്. ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് വെന്ത്. അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾക്കനുസരിച്ച് ചെയ്താൽ മതി. ഗോതമ്പ് പൊടിയും പഴവും മാത്രമാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.